Hasna. Today I am dealing with third part of MCQ practice, which will be dealing with the third module of our Swayam course, basic instructional method. So let's start. First question idana: the principle of learning that is predominantly used in laboratory method is. Laboratory method il use cheyunna ലേണിംഗ് പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. ലാബിൽ നമ്മൾ ചെയ്യാനാണ് പോകുന്നത്, ഒന്ന് നോക്കിയിരിക്കാനല്ല, കേട്ടിരിക്കാനല്ല, അനലൈസ് ചെയ്യാനല്ല. ഇറ്റ് ഈസ് ലേണിംഗ് ബൈ ഡൂയിങ്. ഓക്കെ, സോ സെക്കൻഡ് വൺ, എ മേജർ പ്രൊജക്റ്റ് വർക്ക് ഈസ്. ഒരു പ്രൊജക്റ്റ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ക്ലോസ്ഡ് സ്പെസിഫിക് ടാസ്ക് ആണോ? അതായത് കുട്ടികൾക്ക് ദേ ആർ റിക്വയർഡ് ടു ഡു ആസ് ഗൈഡഡ് ബൈ ടീച്ചർ. അതൊരു ക്ലോസ്ഡ് സ്പെസിഫിക് ടാസ്ക് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല, പ്രൊജക്റ്റ് വർക്ക് എന്ന് പറയുന്നത് അതൊരു ഓപ്പൺ എൻഡഡ് എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഇറ്റ് റിക്വയേഴ്സ് ഇൻ്റഗ്രേഷൻ ഓഫ് സെവറൽ സ്കിൽസ്. അതിന് ഒരുപാട് സെവറൽ സ്കിൽസ് ഉണ്ട്. അതാണ് കറക്റ്റ് ആൻസർ. ആൻ ഓപ്പൺ എൻഡഡ് ടാസ്ക് ദാറ്റ് മേ ഹാവ് പ്രാക്ടിക്കൽ വർക്ക് റിലേറ്റഡ് ടു വൺ സ്കിൽ. വൺ സ്കില്ലല്ല, സെവറൽ സ്കില്ലാണ്. ആൻഡ് എ റിപ്പോർട്ട് സ്റ്റേറ്റിംഗ് ദാറ്റ് ഓപ്പൺ എൻഡഡ് പ്രോബ്ലം, അതുമല്ല അല്ലേ, ഒരു റിപ്പോർട്ട് മാത്രമല്ല അതൊരു ഓപ്പൺ എൻഡഡ് എക്സ്പീരിയൻസ് ആണ്. സോ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ് ആൻസർ. Then for receiving the most direct experience by the students, the most efficient instructional method is. ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് കിട്ടണം കുട്ടികൾക്ക്, അതിന് ഏറ്റവും ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഫീൽഡ് ട്രിപ്പ്. ഗ്രൂപ്പ് ഡിസ്കഷനും ഡിഡക്റ്റീവ് മെത്തേഡും ലെക്ചർ മെത്തേഡും ഒക്കെ ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് അല്ല, അവിടെയൊക്കെ പാസീവായിട്ട് ഇരിക്കാൻ സാധ്യത ഉണ്ട്. ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ കൂടി അതൊരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് അല്ല. അവർക്ക് എന്താണ് കേൾക്കുന്നത്, എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് സത്യമാണെന്നുള്ളത് മുന്നിൽ കാണണ്ടേ. അത് നമ്മുടെ ഡയറക്റ്റായിട്ട് നമ്മുടെ മുന്നിൽ അത് പ്രൂവ് ചെയ്ത് കാണണ്ടേ. അത് കാണണമെങ്കിൽ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഫീൽഡ് ട്രിപ്പ്. ഓക്കെ, ദെൻ ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് would you like to choose for developing the psychomotor skills in students. സ്റ്റുഡൻസിന് സൈക്കോമോട്ടർ സ്കിൽ ഉണ്ടാവണമെങ്കിൽ ഏത് സ്യൂട്ടബിൾ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് ലബോറട്ടറി മെത്തേഡ്. ഈ ഒരു 4 എണ്ണത്തിൽ ഇതാണ് സൈക്കോമോട്ടർ സ്കില്ലിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എ ടീച്ചർ ഹാസ് ടു ഡു വൈൽ ടേക്കിംഗ് സ്റ്റുഡൻസ് ഇൻ എ ഫീൽഡ് ട്രിപ്പ്. ഫീൽഡ് ട്രിപ്പിന് പോകുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അത് ആദ്യം ഒന്ന് പ്ലാൻ ചെയ്യണം അല്ലേ. സോ ഫസ്റ്റ് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് പ്ലാനിങ്. ഓക്കെ, ദെൻ ബാക്കിയുള്ളതൊക്കെ പിന്നെ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ ഐഡൻറ്റിഫൈ ദ വൺ ഫ്രം ദ ഫോളോയിങ് കോമ്പിനേഷൻ ഓഫ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ദാറ്റ് യു വുഡ് പ്രിഫർ ബെസ്റ്റ് ടു ഡെവലപ്പ് പ്രാക്ടിക്കൽ സ്കിൽസ് ഇൻ യുവർ സ്റ്റുഡൻറ്റ്. ഒരു കുട്ടിക്ക് പ്രാക്ടിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ കോമ്പിനേഷൻ ഓഫ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ബിയും സിയും ഡിയും ഒക്കെ നോക്കുകയാണെങ്കിൽ ലെക്ചർ ഫോളോഡ് ബൈ ഡെമോൺസ്ട്രേഷൻ ഇൻ ലാബ് വർക്ക് ആൻഡ് റീഡിംഗ് മൊഡ്യൂൾ, ലെക്ചർ ഇൻ ക്ലാസ്. ലെക്ചർ ഇൻ ക്ലാസ്സും റീഡിംഗ് മൊഡ്യൂളൊന്നും എന്തായാലും വരില്ല. ലെക്ചർ ഫോളോഡ് ബൈ ഡെമോൺസ്ട്രേഷൻ ഇൻ ലബോറട്ടറി, അതിനേക്കാളും ബെറ്റർ ആയിട്ട് ഇവിടെ ഒരു ഫീഡ്ബാക്കും കൂടി വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ബെസ്റ്റ് ടു ഡെവലപ്പ് പ്രാക്ടിക്കൽ സ്കിൽസ്. ഓക്കെ, ദെൻ 7th ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് വുഡ് ഡെവലപ്പ് ഗുഡ് ആറ്റിറ്റ്യൂഡ്സ് ഇൻ യുവർ സ്റ്റുഡൻറ്റ് വൈൽ അറ്റൻഡിങ് വർക്ക്. ഒരു വർക്ക് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്സ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കുട്ടികളോട് നല്ല ഗുഡ് ബിഹേവിയർ പെർഫോം ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമല്ല. ഒരു കുട്ടികളെ ഗ്രൂപ്പ്, അതായത് ഗുഡ് സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരോട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മളെപ്പോഴും ചെയ്ത് കാണിച്ചു കൊടുക്കണം അല്ലേ, നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഫിക്സ് അപ്പ് പോസ്റ്റേഴ്സ് ആൻഡ് സ്ലോഗൻസ് അതൊന്നും വെച്ചിട്ട് കാര്യമില്ല. അവരത് ഗുഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഓൾ ഗുഡ് ബിഹേവിയേഴ്സ് ആൻഡ് മാനറിസം ഇൻ ലബോറട്ടറി. ഓക്കെ, ദെൻ 8th one of the following activity is not responsible for improving effectiveness of workshop practice session is. ഒരു വർക്ക്ഷോപ്പ് പ്രാക്ടീസ് സെഷൻ നടക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൽ എഫക്റ്റീവ്, അങ്ങനെ ഒരു സാധനം എഫക്റ്റീവ് അല്ലാതാവുന്നത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. നോട്ട് റെസ്പോൺസിബിൾ, അതായത് നല്ലൊരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ
കണ്ടക്ട് ചെയ്യുന്നതിൽ അതിൽ റെസ്പോൺസിബിൾ അല്ലാത്തത് ആരാണ്? അത് അണ്ടർടേക്കിംഗ് പ്രിവെന്റീവ് മെയിൻ്റെനൻസ് പീരിയോഡിക്കലി, അത് ഇംപ്രൂവ് ചെയ്യിക്കുന്ന റെസ്പോൺസിബിൾ ആക്കുന്ന കാര്യം തന്നെയാണ്. ദെൻ പ്രോപ്പർ ഇൻവെൻട്രി ഈസ് മെയ്ഡ് ആൻഡ് നെസസറി കൺസ്യൂമബിൾ ആർ വെൽ സ്റ്റോക്ക്ഡ്. അത് അങ്ങനെ ലാബിൽ അങ്ങനെ ഒരു പ്രോപ്പർ ഇൻവെൻട്രിയും പിന്നെ കൺസ്യൂമബിൾ ആയിട്ടുള്ള നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ വെൽ സ്റ്റോക്ക്ഡും ഒക്കെ ആണെങ്കിൽ അത് അതിനെ ഇംപ്രൂവ് ആക്കുകയുള്ളൂ, അത് റെസ്പോൺസിബിൾ ആക്കുകയാണ് ചെയ്യുക. ഓക്കെ. ദെൻ ഗുഡ് ഹൗസ് കീപ്പിംഗ് ഓഫ് ദ വർക്ക്ഷോപ്പ്, അതും നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള വർക്ക്ഷോപ്പ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുക. പക്ഷേ ഇംപ്രോപ്പർലി പ്ലാൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അത് നോട്ട് റെസ്പോൺസിബിൾ ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ദെൻ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സ്ട്രെങ്ത് ഓഫ് ഫീൽഡ് ട്രിപ്പ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് ഈസ് ദാറ്റ്. ഫീൽഡ് ട്രിപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രെങ്ത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ടു പ്രൊവൈഡ് ദ എക്സ്പോഷർ ടു ആക്ച്വൽ വർക്കിംഗ് എൻവയോൺമെൻറ്റ്. വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ എന്താണ് എന്നുള്ളത് ആക്ച്വൽ വർക്കിംഗ് നമ്മൾ കാണുകയാണ് അല്ലേ. അപ്പോൾ അതാണ് ഉത്തരമായിട്ട് വരുന്നത്. ബാക്കിയുള്ള ജസ്റ്റ് വായിച്ചു നോക്കുക. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഡെവലപ്പിംഗ് പ്രാക്ടിക്കൽ സ്കിൽസ്. അത് മാത്രമല്ല, ഇറ്റ് ഈസ് കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് റിസ്ക് ഫ്രീ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്. കോസ്റ്റ് എഫക്റ്റീവ് ആണ്, വർക്ക്ഷോപ്പ് മെത്തേഡിൽ അത്യാവശ്യം കോസ്റ്റ് വരും. ദെൻ ടു പ്രൊവൈഡ് എക്സ്പീരിയൻസ് ടു വർക്ക് വിത്ത് സിമുലേറ്റഡ് ഒബ്ജക്ട്സ്. സിമുലേറ്റഡ് ഒബ്ജക്റ്റ് അല്ല, റിയൽ വേൾഡ് ഒബ്ജക്ട്സ് തന്നെ യൂസ് ചെയ്തിട്ടുള്ള റിയൽ ആക്ച്വൽ വർക്കിംഗ് എൻവയോൺമെന്റ് ആണ് അവിടെ നടക്കുന്നത്. സോ ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ദെൻ 10th വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് പ്രൊജക്റ്റ് വർക്ക്. പ്രൊജക്റ്റ് വർക്കിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. റോട്ട് ലേണിംഗ് അല്ല, സ്പീക്കിംഗ് ടു ഈച്ച് അതർ അല്ല, ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ ഔട്ട്പുട്ട് അതിലുണ്ട്. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏതായിരിക്കും? ചാലഞ്ച് ആൻഡ് കോമ്പറ്റീഷൻ ആണ്. ഓക്കെ. ദെൻ വൺ ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് ഫീൽഡ് വിസിറ്റ് ആസ് ആൻ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് ഈസ് ദാറ്റ്. ഫീൽഡ് വിസിറ്റിൻ്റെ ഒരു സ്ട്രെങ്ത് എന്താണെന്നാണ് ചോദിക്കുന്നത്. വൺ ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് ഫീൽഡ് വിസിറ്റ്, അത് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് എന്ന് പറയുന്നുണ്ട്. ടൈം കൺസ്യൂമിങ് തന്നെയാണ്. ഇറ്റ് ഈസ് കോസ്റ്റ്ലി ആയിരിക്കും, പക്ഷേ ലോജിസ്റ്റിക് സപ്പോർട്ടൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അതൊരു എൻജോയബിൾ എക്സ്പീരിയൻസ് തരുന്നുണ്ട്. സോ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ദെൻ സെലക്ട് ദ സ്യൂട്ടബിൾ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് ഫോർ സിറ്റുവേഷൻ വെൻ ദ ടീച്ചർ വാണ്ട്സ് ടു പ്രൊവൈഡ് ഹാൻഡ്സ് ഓൺ ലേണിംഗ് എക്സ്പീരിയൻസ് ടു സ്റ്റുഡൻറ്റ്. കുട്ടികൾക്ക് ഹാൻഡ്സ് ഓൺ ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ് ഏതായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ അത് ചെയ്തു വരുന്ന ഡിഡക്റ്റീവും ഗ്രൂപ്പ് ഡിസ്കഷനും ട്യൂട്ടോറിയലും ഒക്കെ ഓറലി പറയുന്ന കാര്യങ്ങളാണ്. വർക്ക്ഷോപ്പ് പ്രാക്ടീസിലായിരിക്കും ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കിട്ടുക. ദെൻ ദ അഡ്വാൻറ്റേജ് ഓഫ് വർക്ക്ഷോപ്പ് മെത്തേഡ് ഈസ് ദാറ്റ്. വർക്ക്ഷോപ്പ് മെത്തേഡിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്താണ്? ഇത് സ്റ്റുഡൻസിനെ ആ ഒരു ടൂൾസും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പാക്കും. അവിടുത്തെ ഇൻസ്ട്രുമെൻസും എക്യുപ്മെൻറ്റ്സും ഒക്കെ സേഫ് ആയിട്ട്. ഓക്കെ. ദെൻ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഡെവലപ്പിംഗ് നെഗോഷ്യബിൾ സ്കിൽസ്. അത് മാത്രമല്ല, ദെൻ കോസ്റ്റ്ലി ആൻഡ് റിസ്ക് ഫ്രീ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്. റിസ്ക് ഫ്രീ ഒന്നുമല്ല, അത്യാവശ്യം റിസ്ക് ഉണ്ട്, കോസ്റ്റ്ലിയും ആണ്. Then it requires expensive equipment, material and other physical resources. ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ടൂൾസ്, ഇൻസ്ട്രുമെൻറ്റ്സ്, എക്യുപ്മെൻറ്റ്സ് ഒക്കെ സേഫ് ആയിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. ദെൻ ദ എഫക്റ്റീവ് ഇൻഡസ്ട്രി ഓർ ഫീൽഡ് വിസിറ്റ് സിഗ്നിഫൈസ് ദ ഔട്ട്കംസ് ഇൻ ടേംസ് ഓഫ്. അതൊക്കെ അതിൻ്റെ ഔട്ട്കം എന്താണ്? അതൊക്കെ ചെയ്തതുകൊണ്ട്, ഇൻഡസ്ട്രിയും ഫീൽഡ് വിസിറ്റും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ലേണിംഗ് ഔട്ട്കം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഡിസൈഡിങ് ദ ഷെഡ്യൂൾ ഓഫ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി. ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി എന്നുള്ളത് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇൻഡസ്ട്രി ആൻഡ് ഫീൽഡ് വിസിറ്റ് അല്ലേ. ദെൻ അതിൻ്റെ ഒരു ഔട്ട്കം ആയിട്ട് വരുന്നില്ല. ദെൻ ഒബ്റ്റെയിനിങ് ഫീഡ്ബാക്ക് ഫ്രം ഓൾ കൺസേൺഡ് ബിഫോർ ദ വിസിറ്റ്. ഫീഡ്ബാക്ക് വാങ്ങുക എന്നുള്ളത് മാത്രമാണോ? അല്ല. ദെൻ അച്ചീവ്മെൻറ്റ് ഓഫ് ഫീൽഡ് ഓർ ഇൻഡസ്ട്രി വിസിറ്റ് ലേണിംഗ് ഔട്ട്കംസ്. അതായത് ഇവിടുന്ന് കിട്ടേണ്ട ഔട്ട്കംസ് എന്താണോ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. യെസ്, ദാറ്റ് ഇസ് ട്രൂ. മെയിൻറ്റെയിനിങ് ഗുഡ് ഡിസിപ്ലിൻ ബിഫോർ റീച്ചിങ് ദ ഫീൽഡ് ഇൻഡസ്ട്രി. അത് ഔട്ട്കം ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല, അതൊരു എക്സ്പെക്റ്റേഷനാണ്. കുട്ടികൾ ഗുഡ് ഡിസിപ്ലിൻ കാണിക്കണം എന്നുള്ളത് അല്ലേ. ദെൻ ദ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് മോർ സ്യൂട്ടബിൾ ഇൻ ടീച്ചിങ് ഓഫ് സ്കിൽസ് ഇൻ ഓൾ 3 ഡൊമൈൻ. എല്ലാ 3 ഡൊമൈൻസിലും നമുക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇതിൽ ഏത് ഇൻസ്ട്രക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യണമെന്നാണ്. ലെക്ചർ, ഡെമോൺസ്ട്രേഷൻ, ഡിസ്കഷൻ മെത്തേഡ്, പ്രൊജക്റ്റ് മെത്തേഡ്. ഡെമോൺസ്ട്രേഷനിലും ഇതിൽ വരുന്നുണ്ട്, പക്ഷേ ഒരു 4 കാണിക്കുമ്പോൾ പ്രൊജക്റ്റ് മെത്തേഡിലാണ് ഓൾ 3 ഡൊമൈൻസിലും
ഒരു ടീച്ചിങ് സ്കിൽസ് വരുന്നത്. സോ ദീസ് ആർ ദ അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വിച്ച് ഈസ് ഫ്രം തേർഡ് മൊഡ്യൂൾ. സോ നിങ്ങൾക്ക് ഈ ഒരു PDF ഫയൽ ആവശ്യമുണ്ടെങ്കിൽ you can download it from my Telegram group which is public. The link will be available in the comment section. Thank you.